വയലാറിൻ്റെ സഞ്ചാര സാഹിത്യകൃതി പുരുഷാന്തരങ്ങളിലൂടെ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. പാട്ടബാക്കി എന്ന നാടകത്തിൻ്റെ രചയിതാവ് കെ ദാമോദരൻ. ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റ് എസ് കെ പൊറ്റക്കാട്. കാക്കേ കാക്കേ കൂടെവിടെ എന്നു തുടങ്ങുന്ന ബാലസാഹിത്യ കവിത എഴുതിയ മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ എന്നു തുടങ്ങുന്ന കവിത രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. ബാലാമണി അമ്മയുടെ പ്രഥമ കൃതി കൂപ്പുകൈ. സേതു, പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്നീ രണ്ട് സാഹിത്യകാരന്മാർ ചേർന്ന് എഴുതിയ കൃതി നവഗ്രഹങ്ങളുടെ തടവറ. ഏതു മഹാകവിയുടെ കവിതയാണ് കേരള പിറവി ദിനത്തിൽ ആലപിച്ചത്? വള്ളത്തോൾ നാരായണ മേനോൻ. മലയാള ഭാഷയിൽ ആദ്യമായി ആത്മകഥ എഴുതിയത് വൈക്കത്ത് പാച്ചുമുത്ത്. എതിർപ്പ് ആരുടെ ആത്മകഥയാണ്? പി കേശവദേവ്. അരങ്ങു കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ്? തിക്കോടിയൻ. അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം. സുഭദ്ര ഏത് നോവലിലെ കഥാപാത്രമാണ്? മാർത്താണ്ഡവർമ്മ. മജീദ് നായകനാക്കി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവൽ ബാല്യകാലസഖി. നൈനിത്താൾ പശ്ചാത്തലമാക്കി എം.ടി. വാസുദേവൻ നായർ രചിച്ച നോവൽ മഞ്ഞ്. ശക്തിയുടെ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ബൈബിളിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ചുകൊണ്ട് വള്ളത്തോൾ രചിച്ച ഖണ്ഡകാവ്യം മഗ്ദല മറിയം. ആദ്യത്തെ രാഷ്ട്രീയ ചെറുകഥയുടെ രചയിതാവ് പൊൻകുന്നം വർക്കി. മലയാളത്തിലെ ആദ്യത്തെ റൊമാൻറ്റിക് കാവ്യത്തിൻ്റെ രചയിതാവ് കുമാരനാശാൻ. പറങ്കിമല എന്ന നോവലിൻ്റെ രചയിതാവ്
കാക്കനാടൻ. നിഷേധത്തിൻ്റെ കൊടുങ്കാറ്റ് എന്നറിയപ്പെടുന്ന നോവലിസ്റ്റ് പി. അയ്യനേത്. VKNൻ്റെ മുഴുവൻ പേര് വടക്കേ കൂട്ടാല നാരായണൻ നായർ. ഇന്ത്യ വിഭജനത്തെ പശ്ചാത്തലമാക്കി പി. കേശവദേവ് രചിച്ച നോവൽ ഭ്രാന്താലയം. ഭാഷാ കൗടില്യത്തിൻ്റെ രചയിതാവ് ചാണക്യൻ. ആശാന്റെ സീതാവാക്യം ആരുടെ രചനയാണ്? സുകുമാർ അഴീക്കോട്. നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ രവീന്ദ്രനാഥ ടാഗോർ. തൻ്റെ സമരായുധം വാളല്ലെന്ന് പ്രഖ്യാപിച്ച കവി വയലാർ രാമവർമ്മ. ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിൻ്റെ രചയിതാവ് NN പിള്ള. ടാഗോറിൻ്റെ ഏത് കൃതിക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്? ഗീതാഞ്ജലി. ആദികാല വേദം എന്നറിയപ്പെടുന്നത് രാമായണം. ബൈബിളിൽ നിന്നും ആശയം ഉൾക്കൊള്ളിച്ച് MT വാസുദേവൻ നായർ രചിച്ച നോവൽ അക്കൽധാമയിൽ പൂക്കൾ വിടരുമ്പോൾ. ഇന്ദുലേഖ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1889. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ദാമ്പത്യ സ്മരണകളായി B. കല്യാണിയമ്മ രചിച്ച ഗ്രന്ഥം വ്യാഴവട്ട സ്മരണകൾ. സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് PK നാരായണപിള്ള. പന്തിരുകുലത്തിലെ കഥ പറയുന്ന N. മോഹനന്റെ നോവൽ ഇന്നലത്തെ മഴ. ആയുസ്സിൻ്റെ പുസ്തകം എന്ന നോവലിൻ്റെ രചയിതാവ് CV ബാലകൃഷ്ണൻ. പാണ്ഡവപുരം എന്ന നോവലിൻ്റെ രചയിതാവ് സേതു. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യമാസിക വിദ്യാവിനോദിനി.
കണ്ണൻ എന്ന കാളിയെ കേന്ദ്രമാക്കി പൊൻകുന്നം വർക്കി രചിച്ച ശ്രദ്ധേയമായ ചെറുകഥ ശബ്ദിക്കുന്ന കലപ്പ. മലയാള ഭാഷയിലെ പ്രഥമ യുദ്ധ നോവൽ ട്രെഞ്ച്. ട്രെഞ്ച് എന്ന നോവൽ രചിച്ചത് ഏകലവ്യൻ. ONV കുറുപ്പിൻ്റെ പൂർണ്ണനാമം ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. ഇരട്ട കുട്ടികളായ എസ്തയും റാഫേലും മുഖ്യ കഥാപാത്രങ്ങളായ നോവൽ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത നോവൽ എഴുതിയത് ടോൾസ്റ്റോയ്. വന്ദേ മാതരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ആനന്ദമഠം. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ സാമൂഹിക രാഷ്ട്രീയ നാടകം കൂട്ടുകൃഷി. CV രാമൻപിള്ളയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച പത്രം മലയാളി. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. എല്ലാ തത്വശാസ്ത്രവും ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന തത്വശാസ്ത്രമാണ് എന്ന് പ്രഖ്യാപിച്ച കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. മലയാളത്തിലെ ആദ്യ നിഘണ്ടു, വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത് രാമചരിതം. EMS നമ്പൂതിരിപ്പാടിനെ പരാമർശിക്കുന്ന M മുകുന്ദൻ്റെ കൃതി കേശവൻ്റെ വിലാപങ്ങൾ. ഗാന്ധിയും ഗോഡ്സെയും ആരുടെ രചനയാണ്? NV കൃഷ്ണവാര്യർ. നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ. കേരള ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്ന കൃതി നളചരിതം ആട്ടക്കഥ.
മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം. കഥയില്ലാത്തവൻ്റെ കഥ എന്ന ആത്മകഥ ആരുടേതാണ്? എം.എൻ. പാലൂർ. വിംബിൾഡണിൽ മഴ പെയ്യുമ്പോൾ എന്ന കൃതിയുടെ രചയിതാവ് വൈശാഖൻ. ഇന്ത്യയിലെ ആദ്യ പുസ്തക ഗ്രാമം ബിലാർ. അരങ്ങു കാണാത്ത നടൻ എന്ന ആത്മകഥ രചിച്ചത് തിക്കോടിയൻ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകം കഥാബീജം. എൻ്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാവികൃതി. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥ യാ ഇലാഹി. അധ്യാപക നാടകകൃത്ത് എന്നറിയപ്പെടുന്നത് കാരൂർ നീലകണ്ഠപിള്ള. നാലപ്പാട്ട് നാരായണ മേനോൻ എഴുതിയ വിലാപകാവ്യം കണ്ണുനീർത്തുള്ളി. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ അഗ്നിസാക്ഷി. കണ്ണൻ എന്ന കാള കഥാപാത്രമാകുന്ന ചെറുകഥ ശബ്ദിക്കുന്ന കലപ്പ. ഡിവൈൻ കോമഡി എന്ന ഗ്രന്ഥം ആരുടേതാണ്? ദാന്തെ. അവകാശികൾ എന്ന നോവൽ രചിച്ചത് വിലാസിനി. ഇവനെ കൂടി എന്ന കവിത രചിച്ചത് സച്ചിദാനന്ദൻ. ഇവനെ കൂടി എന്ന കവിത ആരെക്കുറിച്ചുള്ളതാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഗുരു ആരുടെ നോവൽ ആണ്? കെ സുരേന്ദ്രൻ. കേരളരാമം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കൃതി
ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചത് ഇന്ദുചൂടൻ. ദിവ്യ കോകിലം അല്ലെങ്കിൽ ടാഗോർ മംഗളം എന്ന കവിത രചിച്ചത് കുമാരനാശാൻ. ജോസഫ് മുണ്ടശ്ശേരി രചിച്ച കവിത ചിന്താമാധുരി. ബുദ്ധൻ കഥാപാത്രമാവുന്ന കുമാരനാശാന്റെ കൃതി ചണ്ഡാല ഭിക്ഷുകി. ഒരു തൊഴിലാളി കഥാപാത്രമാവുന്ന മലയാളത്തിലെ ആദ്യ നോവൽ ഓടയിൽ നിന്ന്. കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് നാലപ്പാട്ട് നാരായണ മേനോൻ. ദേവകി മാനമ്പിളി ഏത് നോവലിലെ പ്രധാന കഥാപാത്രമാണ്? അഗ്നിസാക്ഷി. റിക്ഷാവണ്ടിക്കാരൻ പപ്പു നായകനായ മലയാള നോവൽ ഓടയിൽ നിന്ന്. നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ. കേരള ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്ന കൃതി നളചരിതം ആട്ടക്കഥ. ഒരാളെ തകർക്കാം, പക്ഷേ ഏതു കൃതിയിലെ വാചകം? കിഴവനും കടലും. ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം മഹാരാഷ്ട്രയിലെ ഭിലാർ. മലയാളത്തിൽ സിനിമയാക്കപ്പെട്ട ആദ്യ നോവൽ മാർത്താണ്ഡവർമ്മ. നാണി ടീച്ചർ ഏത് കൃതിയിലെ കഥാപാത്രം? മുത്തശ്ശി. കേസരി ബാലകൃഷ്ണപിള്ളയെക്കുറിച്ച് പരാമർശിക്കുന്ന വയലാർ രാമവർമ്മ രചിച്ച കവിത മാടവനപ്പറമ്പിലെ ചിത. കാളിദാസനെ നായകനാക്കി ഉജ്ജയിനി എന്ന കവിത രചിച്ചത് ONV കുറുപ്പ്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ നോവൽ അഗ്നിസാക്ഷി. മലബാർ കലാപത്തിലെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യം ദുരവസ്ഥ.
മലയാളത്തിലെ ആദ്യ സ്ത്രീപക്ഷ കവിത ചിന്താവിഷ്ടയായ സീത. നൂറ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ദൈവദശകം. നാം മുന്നോട്ട് എന്ന കൃതി രചിച്ചത് KP കേശവമേനോൻ. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ആത്മകഥ നഷ്ടജാതകം. വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ എന്ന യാത്രാ വിവരണം രചിച്ചത് പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ചിന്നസ്വാമി എന്നറിയപ്പെടുന്നത് കുമാരനാശാൻ.